തന്നെയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി പോകുന്നില്ല ഉറപ്പ് വരുത്തി എന്ത് ചെയ്തു ക്ലച്ച് ചവിട്ടി നേരെ സ്ട്രൈറ്റ് എടുത്ത് വിട്ടപ്പോൾ ന്യൂട്രി വന്നു സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇട്ടു തേർഡ് ഗിയർ കേട്ടോ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് സ്ലോ ആക്കേണ്ടി വരുന്നത് അപ്പൊ ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഗിയറിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല മുന്നോട്ട് പോകാൻ കഴിയത്തില്ല തേർഡ് എവിടെയാണെന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എടുത്തിട്ട് കഴിഞ്ഞാൽ തേർഡ് വീഴും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഡൗൺ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ ഗിയറുകൾ ഇടാൻ വേണ്ടിയിട്ട് വാഹനം സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന എന്ത് ചെയ്തില്ല ഒരു തുടക്കക്കാരെ സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാകത്തില്ല അവര് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വാരി വലിച്ച് പെട്ടെന്ന് ഗിയർ ഇടാനാണ് ശ്രമിക്കുന്നത് ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ സ്വന്തമായിട്ടൊരു വാഹനം എടുക്കുവാനുള്ള പേടി ലൈസൻസ് കാര്യമായിട്ട് വാഹനം വീട്ടിലുണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ പക്ഷേ തനി എടുക്കാൻ ഒരു പേടി അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്നാൽ ഞാൻ പ്രാക്ടീസ് നടത്തും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പലരും വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പലർക്കും തെറ്റിപ്പോകുന്നു. അതെങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഗിയർ പൊസിഷൻ തെറ്റാതെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഗിയർ ഇടേണ്ടതാണെന്ന് എന്താ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിർത്തിയിടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഗിയറൊക്കെ കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. ക്ലച്ച് ചവിട്ടി കറക്റ്റായിട്ട് സൗണ്ട് പോലും കേൾക്കാതെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഇടാനും അതുപോലെ ഡൗൺ ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ ഗിയർ ഡൗൺ ചെയ്യാനും അതുപോലെ അപ്പ് ചെയ്യാനും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങളൊരു ഡ്രൈവിങ്ങിനിടയിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തെറ്റാതെ ഇടേണ്ടതെന്നുള്ള ഈ ഒരു വീഡിയോയുടെ മനസ്സിലാകും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കാതെ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം മാനുവൽ വാഹനത്തിന്റെ മുകളിൽ തന്നെ ഉണ്ടാകും ഗിയറിന്റെ ഓരോ പൊസിഷനുകൾ. ഫസ്റ്റ്, സെക്കൻഡ്, അതുപോലെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, റിവേഴ്സ് കറക്റ്റായിട്ട് അതിന്റെ മുകളിൽ തന്നെ കാണും. അപ്പൊ നമ്മൾ ഓരോ ഗിയറുകൾ ഇടുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും, വീടുകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നോക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു വാഹനം ഓടിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ നോക്കിയല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് ആ പൊസിഷനിൽ വെച്ച് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ഓരോന്നും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ പ്രാക്ടീസ് വേറൊന്ന് ചെയ്യുമ്പോൾ വേറൊന്ന് ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിയറിലേക്ക് നോക്കിയാണോ ഗിയർ ഇടുന്നതെങ്കിൽ നമ്മൾ ഗിയറിലേക്ക് തന്നെ നോക്കണം. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിലേക്ക് നോക്കിയാണോ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത് എങ്കിൽ സ്റ്റിയറിംഗിലേക്ക് നോക്കണം. നമ്മൾ ഇതൊന്നും നോക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇതിലേക്ക് നോക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് തന്നെ അറിയാം ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ഗിയറുകൾ ഫസ്റ്റും സെക്കൻഡുമാണ്. അതേപോലെ തന്നെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ഗിയറുകൾ ഫിഫ്ത്തും റിവേഴ്സുമാണ്. ഇപ്പൊ ഈ സെൻട്രലിലാണ് ഏത് തേർഡും ഫോർത്തും കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടില്ല, നമ്മൾ ഇങ്ങേ അറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഈ ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് നല്ലൊരു ചവിട്ടി നല്ലൊരു പ്രസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ഗിയറിലേക്ക് കൈ വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ നോക്കാതെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. നമ്മൾ ഒരു കാരണവശാലും ഇതിലേക്ക് നോക്കരുത്, നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ നോക്കിക്കൊണ്ട് പ്രാക്ടീസ് ഇത് കണ്ടില്ലേ, ഞാനിപ്പോ ചെയ്യുന്ന കണ്ടില്ല. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഉണ്ട് എന്താണ് ഞാൻ നേരെ നോക്കിയിട്ട് നമുക്ക് തുടക്കമൊക്കെ ആകുമ്പോൾ നമുക്ക് തെറ്റും. അപ്പൊ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഗിയറും ഇടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് നേരെ നോക്കിക്കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഡൗൺ ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇതുണ്ടല്ലേ, ഞാൻ നേരെ നോക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി അങ്ങേ അറ്റത്തേക്ക് കൊണ്ടു. കാരണം അങ്ങേ അറ്റത്താണ് ഫസ്റ്റ് സെക്കൻഡ് കിടക്കുന്നത്. ആണ് ഫസ്റ്റ് കൊടുത്തു. അതേപോലെ തന്നെ ആ സൈഡിൽ തന്നെ ചേർത്ത് തന്നെ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയർ കൊടുത്തു. കറക്റ്റായിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട്, നോക്കാതെ തന്നെ എനിക്ക് ഇടാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൽ കയറി ഇരുന്ന് നിങ്ങൾ നോക്കാതെ തന്നെ ഇടാൻ കഴിയുന്നുണ്ടോ നോക്കണം. അപ്പം നമ്മുടെ ഒരു കൈ എവിടെ ആയിരിക്കണം, സ്റ്റിയറിംഗിൽ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ മറ്റേ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അല്ല നമ്മൾ ഒരു കൈ എടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഗിയർ നമ്മൾ ഇടുന്നതും അതുപോലെ തന്നെ ഡൗൺ ചെയ്യുന്നതും അപ്പ് ചെയ്യുന്നതും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് ഓടിച്ചുകൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് നമ്മളെ ഒരു കൈ എവിടെ ഇരിപ്പുണ്ട്, സ്റ്റിയറിംഗിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഒരു സ്റ്റിയറിംഗിൽ ഒരു കൈ വെച്ചോണ്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഗിയർ ഇടാൻ. ഫസ്റ്റ് ഇട്ടു, അതേപോലെ തന്നെ ആ സൈഡ് കൂടെ ചെറു സെക്കൻഡ് ഇട്ടു. അപ്പൊ നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം തേർഡ് എവിടെയാണെന്നുള്ളത്. അപ്പൊ നമ്മള് പലരും എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ എടുക്കും, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇങ്ങനെ എടുത്ത് വിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ തേർഡിലേക്ക് പോകാതെ ഏത് ഭാഗത്തേക്ക് വരും, ഫിഫ്ത്തിലേക്ക് വരും. അതാണ് കറക്റ്റായിട്ട് നമുക്ക് തേർഡ് പറക്കും വീഴാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് സ്ട്രെയിറ്റ് എടുത്ത് വിട്ടാൽ മതി. അല്ല നമ്മൾ ഇങ്ങനെ കൊണ്ടുവരൊന്നും വേണ്ട. എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആണെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് ന്യൂട്രലിലേക്ക് വരും. ഇതാണ് ഞാനിപ്പം നേരെ നോക്കിക്കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് എടുത്ത് വിടുന്നു. കേട്ടോ, എവിടെ വന്നു, സ്ട്രെയിറ്റ് എടുത്ത് വിടുമ്പോൾ തന്നെ അങ്ങേ അറ്റത്ത് തോന്നുന്നുണ്ട് ഇവിടെ സെന്ററിലേക്ക് തന്നെ വന്നു. അവിടെ നമ്മൾ സ്ട്രെയിറ്റ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഏത് ഗിയർ വീഴും, തേർഡ് ഗിയർ വീഴും. കാരണം ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല, അതേപോലെ തന്നെ കൈ ഇങ്ങോട്ടും മാറ്റിയിട്ടില്ല. അപ്പൊ ഉറപ്പായിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് മേലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഏത് ഗിയർ തന്നെ വീഴും,
തേർഡ് തന്നെ വീഴും. അപ്പൊ നമുക്ക് ഫോർത്ത് എവിടെ കിടക്കുന്നത്? അതിന് നേരെ കണ്ടില്ലേ, ഇങ്ങോട്ട് ന്യൂട്രലിലേക്ക് വന്നു, നേരെ താഴെയാണ് അതുപോലെ ഫോർത്ത് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സ്ട്രൈറ്റ് എടുത്തു, കണ്ട സ്ട്രൈറ്റ് വന്നു, ന്യൂട്രൽ വന്നു, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇട്ടപ്പോ എന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ട് ഫോർത്തിലേക്ക് വീണു. അല്ല നമ്മൾ അങ്ങോട്ടും കൈ മാറ്റിയിട്ടില്ല, ഇങ്ങോട്ടും കൈ മാറ്റില്ല. അത് നമ്മളെന്ത് ഇങ്ങനെ കൈ ന്യൂട്രൽ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നതുകൊണ്ടാണെങ്കിൽ ഗിയർ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇടാൻ കഴിയാത്തത്. അപ്പൊ ഇതല്ല, തേർഡ് ഇട്ടു, അതുപോലെ തന്നെ ഫോർത്ത് ഇട്ടു, അതുപോലെ തന്നെ ഫിഫ്ത്ത് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമുക്കറിയാം ഇങ്ങി അറ്റത്താണെന്നുള്ളത്. അപ്പൊ ഇങ്ങി അറ്റത്തേക്ക് വരുന്നു, എന്ത് ചെയ്യുന്നു? സ്ട്രൈറ്റ് എടുത്തു, കണ്ടില്ലേ, അഞ്ചാമത്തെ ഗിയർ വീണു. അപ്പൊ നമുക്ക് ഇവിടുന്ന് നമ്മൾക്ക് ഒരു അഞ്ചാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് നാലാമത്തെ ഗിയർ ആക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരൊന്നും വേണ്ട. അതുപോലെ തന്നെ വലിക്കുന്നതുകൊണ്ടൊക്കെയാണ് കറക്റ്റായിട്ട് ചിലപ്പോൾ അത് ഫോർത്തിലേക്ക് വരാത്തത്. നമ്മൾ സ്ട്രൈറ്റ് എടുത്ത് വിട്ടാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് ന്യൂട്രൽ വന്നു, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇട്ടു. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയില്ല. കാരണം നമുക്ക് സെന്ററിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം നേരെ താഴെയാണ് ഏത് ഗിയർ? ഫോർത്ത് എന്നുള്ളത്. അപ്പം നമ്മൾ അല്ലാതെ അഞ്ചാമത്തെ ഗിയർ കിടക്കുമ്പോൾ 4 ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതുകൊണ്ടൊക്കെയാണ് നമുക്ക് കിട്ടാത്തത്. അതുപോലെ നമുക്ക് തേടാക്കണം, മനസ്സിലെ സ്ട്രൈറ്റ് എടുത്ത് വിട്ടു, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒരു രീതി കുറച്ചു നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു റോഡിൽ വേണം. അതായത് നമ്മൾ വളവുകളിൽ പോയിട്ട് കൃത്യമായിട്ട്, അതായത് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പൊസിഷനിലൊക്കെ കറക്റ്റായിട്ട് കൈ വരേണ്ടത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഒരു വളവിലൂടെ പോയിട്ട് എല്ലാ ഗിയർ ഇടുന്ന സമയത്ത്, കാരണം നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മുന്നോട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ എന്ത് ചെയ്യാൻ പാടില്ല? വാഹനത്തിന്റെ സ്റ്റിയറിംഗ് അങ്ങോട്ട് കൺട്രോൾ തെറ്റാൻ പാടില്ല. അപ്പൊ നമ്മുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? നമുക്ക് കറക്റ്റായിട്ട് ഗിയർ ഇടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോ ഉദാഹരണത്തിന് ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ടു, ഹാൻഡ് മാറ്റി ഞാൻ ഇപ്പൊ നിങ്ങൾ എടുത്ത് കാണിക്കാം. ഇത് കണ്ടില്ല, വാഹനം ഇങ്ങനെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല, നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ ആണോ നമുക്ക് ഉറപ്പ് വരുത്തണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വണ്ടി പോകുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ സ്റ്റിയറിംഗ് ഒന്ന് അയച്ചാൽ പോലും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ നമുക്ക് സ്പേസ് സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് സ്പേസ് മുന്നിലുണ്ട്, നമ്മുടെ കൈ തന്നെ നിൽക്കും, വളവില്ല. ആ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യാം? ക്ലച്ച് ചവിട്ടുക. നമ്മൾ നേരെ നോക്കിത്തോണ്ട് നമ്മൾ ഏത് ഗിയർ ഇടുന്ന ഉറപ്പ് വരുത്തണം. സെക്കൻഡ് ആണ് നമുക്ക് അടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എടുത്ത് അങ്ങേ അറ്റത്തോട് തന്നെ ചേർത്തിട്ട് ഇപ്പൊ ഏത് ഗിയർ വേണു? സെക്കൻഡ് ഗിയർ തന്നെ വീണു കേട്ടോ. നമുക്ക് ഉറപ്പ് വരുത്താം. നമ്മൾ എപ്പോഴും ഇടുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ആണോ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ സെക്കൻഡ് കറക്റ്റ് ആണോ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ കറക്റ്റ് ആണോ ശ്രദ്ധിക്കണം. കാരണം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് വീണില്ലെങ്കിൽ ആ ഗിയർ ഏതായിരിക്കും? ഫോർത്തിലേക്കായിരിക്കും പോകുന്നത്. കാരണം ആ ഫസ്റ്റിൽ നിന്ന് ഫോർത്തിലേക്ക് പോകുന്ന സമയത്ത് ആ വാഹനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കറക്റ്റായിട്ട് നമുക്ക് വണ്ടി ആ റണ്ണിങ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നാലാമത്തെ ഗിയറിൽ ഫസ്റ്റ് ഗിയർ നാലാമത്തെ ഗിയറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റൺ ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ സെക്കൻഡ് ആണെങ്കിൽ മാത്രമേ ആ മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ റിവേഴ്സ് കറക്റ്റ് അല്ല നമ്മൾ ഇടുന്നെങ്കിലോ കറക്റ്റായിട്ട് ചിലപ്പോൾ അത് ഫോർത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കാൻ കഴിയില്ല. അപ്പൊ ഈ 3 ഗിയർ നമ്മൾ ഇടുന്ന സമയത്ത് കൃത്യമാണോ എന്ന് നോക്കുക. ഇപ്പൊ സെക്കൻഡ് ഗിയറിൽ ഓടുന്നു, ഞാനിപ്പോ എന്റെ കൺട്രോളിൽ തന്നെയാണ്, ഞാനിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നില്ല ഉറപ്പ് വരുത്തി എന്ത് ചെയ്തു? ക്ലച്ച് ചവിട്ടി നേരെ സ്ട്രൈറ്റ് എടുത്ത് വിട്ടപ്പോഴേ ന്യൂട്രൽ വന്നു, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇട്ടു. തേർഡ് ഗിയർ കണ്ട, സെക്കൻഡിൽ നമുക്ക് തേർഡാണ് ഇടുന്നത്. അപ്പൊ തേർഡ് ഇട്ടു, കറക്റ്റായിട്ട് വീണു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വണ്ടി പോയില്ല. അതേപോലെ തന്നെ അടുത്ത് നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം, നമ്മൾ ഇനി അടുത്ത ഗിയർ ഇടാൻ പോകുന്ന ഏതാ? ഫോർത്ത് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ കൺട്രോളിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. എനിക്ക് ആ സ്പീഡിൽ ഓടിക്കാൻ കഴിയും എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, നമ്മുടെ നിയന്ത്രണത്തിന് തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആക്സിലറേറ്ററിൽ നിന്ന് മാറ്റുക, ക്ലച്ച് ചവിട്ടുക, നേരെ സ്ട്രെയിറ്റ് എടുത്ത് വിടുക. ഉണ്ടല്ലേ ഫോർത്ത്. അപ്പൊ നമ്മൾ ഈ ഫോർത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് വേഗത്തിൽ ഒന്ന് വാഹനം ഒന്ന് സ്ലോ ചെയ്യേണ്ടതോ പെട്ടെന്ന് നിർത്തേണ്ടതോ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ആ ഗിയറിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ ഫോർത്ത് ഗിയറിൽ നമ്മൾ സ്ലോ ആയി നമ്മൾ സ്വല്പമായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറിൽ ആ വാഹനം മുൻപോട്ട് പോകില്ല. കാരണം നമ്മൾ നാലാമത്തെ ഗിയർ കറക്റ്റായിട്ട് വന്നപ്പോൾ ഒന്ന് സ്ലോ ചെയ്തു. അപ്പൊ ആ ഗിയറിൽ പോകാൻ പറ്റില്ല. എന്ത് ചെയ്യണം? നമ്മൾ ആക്സിലറേറ്ററിൽ നിന്ന് മാറ്റിയിട്ട് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് അടുത്ത എനിക്ക് തേർഡ് ഇട്ടാലേ ആ വണ്ടി പോകുള്ളൂ. എന്ത് ചെയ്യണം? നമ്മൾ തേർഡ് എവിടെയാണെന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എടുത്തിട്ട് കഴിഞ്ഞാൽ തേർഡ് വീഴും. കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഗിയർ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാം? നമ്മൾ ഡൗൺ ചെയ്യാനോ അതുപോലെ തന്നെ നമ്മൾ ഗിയറുകൾ ഇടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു വണ്ടി സ്ലോ ആയി നമ്മൾ ചുമ്മാ കയറി ഗിയറിലോട്ട് പിടിച്ച് വലിച്ച് കാരണം അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കൃത്യമായിട്ട് നമ്മുടെ കൺട്രോൾ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ മൊത്തം ഇങ്ങോട്ട് വരും, ഗിയറിലേക്ക് വരും. അപ്പം നമ്മുടെ വാഹനം നമ്മുടെ സൈഡിൽ നിന്ന് വാഹനം സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന എന്ത് ചെയ്തില്ല? ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് കറക്റ്റായിട്ട് മനസ്സിലാകത്തില്ല. അവര് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വാരി വലിച്ച് പെട്ടെന്ന് ഗിയർ ഇടാനാണ് ശ്രമിക്കുന്നത്. ഫ്രണ്ടിൽ എന്താണെന്നോ എങ്ങനെയാണെന്നോ പെട്ടെന്ന് ഇതില്ല, തിരുതിയും വെപ്രാളം കാണാൻ ശ്രദ്ധിക്കുന്നില്ല. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം അതായത് സ്റ്റിയറിംഗ് കൺട്രോൾ കൈ നീട്ടി പോകുന്നുണ്ടെന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മുടെ കൈ തന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെല്ലാ ഗിയറും ഇടാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കൺട്രോളിൽ തന്നെയാണോ നമുക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം എന്ത് ചെയ്യാൻ? നമ്മൾ ഗിയറുകൾ ഓരോന്ന് ഇടാനും അതുപോലെ തന്നെ എടുക്കാനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെങ്കിലേ സ്വന്തമായിട്ടൊരു വാഹനം എടുക്കുവാനുള്ള പേടി, ലൈസൻസ് കാലുണ്ട്, വാഹനം വീട്ടിലുണ്ട്, നല്ല കോൺഫിഡന്റ് ഉണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ. പക്ഷെ തനി എടുക്കാൻ ഒരു പേടി. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന
ഞാൻ പ്രാക്ടീസ് നൽകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നോട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡന്റ് ഇല്ല, അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നോട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല, അപ്പൊ നിന്നോട് ഒട്ടും പറ്റില്ല, നമ്മൾ മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ നമ്മൾ മുന്നേ കണ്ടതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ഗിയറിൽ തന്നെ നമ്മൾ പോകാൻ ശ്രമിക്കരുത്. കാരണം പ്രത്യേകിച്ച് തുടക്കക്കാരാണ്, വാഹനം ഓടിച്ച് നമുക്ക് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് തന്നെ ചെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ആ സമയങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ കൈയും കാലും നമുക്ക് വർക്ക് ആകുന്നതുകൊണ്ട് പെട്ടെന്ന് ഓരോന്ന് ചെയ്യാം. പക്ഷെ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചോളം പെട്ടെന്ന് അവരുടെ കൈയും കാലും എന്തില്ല വർക്ക് ആകത്തില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഒന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തന്നെ ഓടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ആ വളവിന് ചെന്നിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാം എന്നൊക്കെ കണ്ടോണ്ട് നിൽക്കരുത്. നമ്മളിപ്പം ഇവിടെ നമുക്ക് മുൻപിൽ ഒരു വളവുണ്ട്, നമുക്കിപ്പോ ഓടി കയറി പോകാനാ പറ്റും, ഒരു സൈഡിലേക്കേ ഉള്ളൂ, കാരണം ഒരു T ജംഗ്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺ ചെയ്ത് തന്നെ നേരത്തെ തന്നെ പോകാം. അതേ സമയത്ത് ഇങ്ങനെ T ജംഗ്ഷൻ ആണ്, മെയിൻ റോഡിലോട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നതെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് എന്ത് ചെയ്യാം, സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ബ്രേക്കിൽ സ്ലോ ചെയ്ത് അവിടെ നിർത്തി വാഹനം രണ്ട് സൈഡിലും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ വാഹനം നിന്നാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ നിന്ന വാഹനം പെട്ടെന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ വേണം വാഹനം എടുക്കാൻ വേണ്ടി. അല്ലാതെ നിന്ന വാഹനം നമ്മൾ ആ ഗിയർ, കാരണം നമ്മൾ ഒരേ ഗിയറിലല്ല നമ്മൾ ഓടിച്ചു വരുന്നത്. അപ്പൊ ആ ഒരേ ഗിയറിൽ ഓടിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് തുടക്കക്കാരില്ല, ശ്രദ്ധിക്കത്തില്ല, വരുന്ന ഗിയർ തന്നെ വണ്ടി നിന്നാലും അവർ ഗിയർ ചേഞ്ച് ചെയ്യാൻ മറന്നു പോകുന്നു. അപ്പൊ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവർ ആ ഗിയറിൽ എടുക്കാൻ ശ്രമിക്കും. അതാണ് ഈ വാഹനം ഓഫായി പോകാനുള്ള കാരണം. അപ്പൊ നമ്മൾ ഒരു വാഹനം നിന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അവിടെ ഗിയറിൽ ഈ ഗിയറിൽ പോകാൻ പറ്റുന്നുണ്ടോ, കാരണം ആ ഗിയർ മാറി കൊടുക്കണോ ശ്രദ്ധിക്കും. നമ്മുടെ വാഹനത്തിനായിരിക്കണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ. അല്ലാതെ നമ്മൾ വെറുതെ നമ്മൾ ഇതിലൂടെ പോകുന്ന സമയത്ത് അപ്പുറത്തെ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്, അല്ലെ അവിടെ ഒരു വാഹനം കാണുമ്പോൾ എന്ത് ചെയ്യണം, ഇത് ആലോചിച്ചുകൊണ്ട് നമ്മൾ പോകരുത്. നമ്മൾ പോകുന്നിടത്തെ കാര്യങ്ങൾ ആലോചിച്ച് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാതെ തന്നെ നമുക്ക് ഗിയറുകൾ ഇടാനും അതുപോലെ എടുക്കാനും കഴിയുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ല ഇന്നൊരു വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് എന്തൊരു ഉപകാരപ്പെട്ടു എന്നുള്ളതും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.